ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഐതിഹാസികമായ പോരാട്ടമാണ് ബിൽക്കിസ് ബാനു. 2002 ഗുജറാത്ത് വംശഹത്യ എന്തെന്ന് പഠിക്കാൻ ബിൽക്കിസ് ബാനുവിനെ മാത്രം പഠിച്ചാൽ മതിയാകും. ഗുജറാത്ത് വംശഹത്യ ദിനങ്ങൾ വരെ ലോകത്തെ അധികമറിയാത്ത 21കാരി, 3 വയസ്സുകാരിയായിരുന്ന സലേഹയുടെ അമ്മ, 5 മാസം ഗർഭിണിയായിരുന്നു. ഗുജറാത്തിലെ ദാഹോദിൽ രാധിക്പൂർ നിവാസികളായിരുന്നു ബിൽക്കിസ് ബാനുവും കുടുംബവും. 2002 സബർമതി എക്സ്പ്രസിലെ S6 കോച്ചിൽ ഗോദ്ര സ്റ്റേഷനിൽ വെച്ചുണ്ടായ അഗ്നിബാധയാണ് ബിൽക്കിസിൻ്റെയും മതനിരപേക്ഷ ഇന്ത്യയുടെ ആകെയും ജീവിതം മാറ്റിമറിച്ചത്. ഗോദ്ര സംഭവത്തെ തുടർന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയ വംശഹത്യയുടെ ജീവിക്കുന്ന രക്തസാക്ഷി. 2002 ഫെബ്രുവരി 28 ബിൽക്കിസും മകളും അടുത്ത ബന്ധുക്കളായ 15 പേരും രാധിക്പൂരിൽ നിന്ന് രക്ഷപ്പെട്ടത്. എത്തിയതാകട്ടെ മതഭ്രാന്തെടുത്തു നിൽക്കുന്ന സംഘപരിവാറുകാർക്ക് ഇടയിലേക്ക്. പിന്നീട് നടന്നതെല്ലാം ബിൽക്കിസ് അഭിമുഖങ്ങളിലും കോടതികളിലും ആവർത്തിച്ചതാണ്. 30ഓളം വരുന്ന അക്രമികൾ വടിവാളും ദണ്ഡുകളും ഉപയോഗിച്ച് ബിൽക്കിസിനെയും മകളെയും ബന്ധുക്കളെയും ആക്രമിച്ചു. ഗർഭിണിയായ ബിൽക്കിസിനെയും അവരുടെ അമ്മയെയും ബന്ധുക്കളായ 3 സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് 8 പേർ കൊല്ലപ്പെട്ടു. ഇതിലൊരാൾ ബിൽക്കിസിന്റെ 3.5 വയസ്സുകാരി മകൾ. കൺമുന്നിൽ വെച്ച് മകളെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു അവർക്ക്. കുറ്റവാളികളിൽ അയൽക്കാരുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പാൽ വാങ്ങിയവർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ മതഭ്രാന്തന്മാർ കണ്ടത് ഇരകളുടെ മതം മാത്രമായിരുന്നു. മരിച്ചെന്ന് കരുതി അക്രമികൾ ഉപേക്ഷിച്ചു പോയ ബിൽക്കിസിന് വസ്ത്രങ്ങൾ നൽകിയത് ഒരു ആദിവാസി സ്ത്രീയാണ്. സംഭവശേഷം ബിൽക്കിസ് ലിംഗഡ പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയ പരാതി കോൺസ്റ്റബിൾ സോമഭായ് ഗൗരി വെട്ടിച്ചുരുക്കി. ഗോദ്ര ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമാണ് ഇവരെ വൈദ്യപരിശോധനയ്ക്ക് പോലും വിധേയയാക്കിയത്. ഈ ക്യാമ്പിൽ വെച്ചാണ് CPIM നേതാവ് സുഭാഷിണി അലി ബിൽക്കിസിനെ കണ്ടെത്തിയത്. ബിൽക്കിസും ഭർത്താവ് യാക്കൂബ് റസൂൽ ഖാനും നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. പ്രതികളിൽ നിന്ന് പലവട്ടം ഭീഷണി നേരിട്ടു. അനുഭവിച്ച സമാനതകളില്ലാത്ത ക്രൂരതയിൽ പതറിയില്ല ബിൽക്കിസ്. ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് വിചാരണ മാറ്റാനും മൊഴി നൽകാനും അചഞ്ചലമായി അവർ നിന്നു. 17 വർഷം നീണ്ട നിയമ പോരാട്ടത്തിൽ പ്രതികളുടെയും കൂട്ടാളികളുടെയും കണ്ണുവെട്ടിക്കാൻ 20ലേറെ വീടുകളിലായി കുടുംബം മാറി മാറി കഴിഞ്ഞു. 2022 സ്വാതന്ത്ര്യദിനത്തിൽ പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ഗുജറാത്ത് സർക്കാർ വെട്ടിക്കുറച്ചപ്പോഴും ജയിൽ മോചിതരായവർക്ക് പരസ്യമായി സംഘപരിവാർ സ്വീകരണം നൽകിയപ്പോഴും അപമാനിക്കപ്പെട്ടത് ബിൽക്കിസ് മാത്രമല്ല, ഇന്ത്യൻ സ്ത്രീ സമൂഹം ഒന്നാകെയായിരുന്നു. ഗുജറാത്ത് സർക്കാർ തീരുമാനത്തെ അസാധുവാക്കി പ്രതികൾ ജീവപര്യന്ത ശിക്ഷ തുടർന്നും അനുഭവിക്കണമെന്ന് വിധിച്ചതോടെ നിയമവാഴ്ചയുടെ പ്രാധാന്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. കഠിന യാതനകൾ സഹിച്ച് ബിൽക്കിസ് നേടിയ മറ്റൊരു വിജയം കൂടിയാണിത്. ആളും അധികാരവും പണവുമെല്ലാം നേർക്കുനേർ വന്നു. ആസൂത്രിത വംശഹത്യയുടെ ബുദ്ധികേന്ദ്രങ്ങൾ ഭരണ നേതൃത്വമായി വന്നു. അപ്പോഴെല്ലാം അസാമാന്യമായ പോരാട്ടം ധീരതയോടെ നിർവഹിക്കാനായി ജീവിച്ച ഇന്ത്യൻ സ്ത്രീയാണ് ബിൽക്കിസ്. പോരാടാനായി ജീവിക്കുന്ന ഇന്ത്യയുടെ മകൾ.